ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 368. ഇന്ന് ജനുവരി 2-ാം ദിനം. ഒരു ദിനം കൂടി കഴിയുമ്പോൾ എവിടെ നിന്നോ അറിയാതെ കുറച്ച് പേടി കയറി വരുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നത്. ഇന്നലെയെപ്പോലെ എന്തുകൊണ്ടോ ഇന്നിനെ കാണുവാനും കൈകാര്യം ചെയ്യുവാനും കഴിയുന്നില്ല. മടിയോ പേടിയോ ഒക്കെ. അതൊക്കെ ജനുവരി 1 വേണ്ടി മാത്രമുള്ള ഒരു തട്ടിപ്പല്ലേ എന്നാണ് പിറുപിറുപ്പ്. ഇന്നിനെ ആദ്യ ദിനം പോലെ ഗൗരവമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ അന്ത്യദിനമായെങ്കിലും ഒന്ന് കണ്ടാലോ, അതും അവനവന്റെ അന്ത്യദിനം. മോർ അഫ്രേമിന്റെ ഒരു വരി പാട്ടാണ്, പ്രാർത്ഥനയാണ് പെട്ടെന്ന് ഒരു വർത്തമാനം പോലെ പറയാനായിട്ട് തോന്നുന്നത്. അന്ത്യദിനത്തില് നാഥ, നീ എന്നെ സന്തോഷിപ്പിക്കണമേ. ഈ ദിനം ഒരു അന്ത്യദിനമാണെന്നുള്ള ഒരു വിചാരത്താല് നമുക്ക് കുറച്ചും കൂടി നമ്മളെ ഒന്ന് വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ലേ? അവനവനെ കുറച്ചുകൂടി പിടുത്തം കിട്ടിത്തുടങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നലെ പുലരി അവസാനിപ്പിച്ചു. ഒരു പുതുവർഷമായിട്ട് ഒരാശംസ പോലും നൽകിയില്ല എന്ന് ചില സ്നേഹിതർ പരാതിപ്പെട്ടു, ഓർമ്മപ്പെടുത്തി. ഇല്ല, ഈ ആണ്ട് എല്ലാ ദിനവും നമുക്ക് പുതുവത്സരത്തിൻ്റെ ആ ആദ്യ ദിനം പോലെ തന്നെയാവണം. അതുകൊണ്ടാണ് ആദ്യ ദിനത്തിന് ഏറെ പ്രത്യേകതകൾ നിറച്ച് ഒരു ആശംസ നൽകാതെ ബോധപൂർവം അത് ഒഴിവാക്കിയത്. യേശു സാന്നിധ്യവും സാമീപ്യവും നമ്മൾ ഓരോരുത്തരുടെയും ഈ കുഞ്ഞു ജീവിതത്തോട് ചേർത്ത് ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ആദ്യ പാഠവും ആദ്യ പടിയും. സമരിയാക്കാരി സ്ത്രീയെ നമ്മളൊന്ന് ആ കിണറ്റുകരയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു കഴിഞ്ഞ പുലരിയില്ല. ആ പരിചയപ്പെട്ട സ്ത്രീയില്ലേ, തൻ്റെ അത്ര നല്ലതല്ലായിരുന്ന ജീവിതം ഉൾപ്പെടെ എല്ലാം തന്നെ പിടിച്ചെടുത്ത യേശുവിനോട് അവൾ എത്രത്തോളം ചേർന്നു നിന്നുവെന്ന് സുവിശേഷകനായ യോഹന്നാൻ ഇത്ര മനോഹരമായാണ് വരച്ചിടുന്നത്. അവൾക്ക് പറ്റിയ അതേ അപകടത്തിലേക്ക് ആയിരുന്നു സത്യത്തില് അവൾ ആ പട്ടണവാസികളെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നത്. ഇന്ന് എന്നെയായിരുന്നു ഇങ്ങനെ ആ സ്ത്രീയെ ക്ഷണിച്ചതെങ്കിൽ ഞാൻ പോകുമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരെയുമായിരുന്നു ആ സ്ത്രീയെ വിളിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ആരുടെ അടുത്തേക്കാണോ ആ സ്ത്രീ വിളിച്ചത് അങ്ങോട്ട് എത്തുമായിരുന്നു. കാരണം ആ സ്ത്രീയുടെ വിളി ഇങ്ങനെയായിരുന്നു: ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടെത്തി, ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. അവനായിരിക്കുമോ വരുവാനുള്ള ക്രിസ്തു? വരുവാനുള്ള ക്രിസ്തു എന്നുള്ള അവളുടെ ആശങ്കയോ സംശയമോ ചോദ്യമോ വിട്ടുകളെ. ആരംഭഭാഗം എന്താ? ഞാൻ ഈ ഭൂമിയിൽ ഇന്ന് വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. നിങ്ങളും വന്ന് അവനെ നേരിൽ കാണുക. നേരിൽ കാണുക എന്നല്ല, നേരിട്ട് കേൾക്കുക. എന്ത് കേൾക്കുക? നിങ്ങൾ ഓരോരുത്തരും ഭൂമിയിൽ ഇതുവരെ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളെ. ഞാൻ പോകുമോ എന്നതിന് ഇനിയും ഉത്തരമൊന്നും നൽകിയിട്ടില്ല. നിങ്ങളോ? എൻ്റെ ജീവിതവും ഞാൻ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി കണ്ടറിയുന്ന ഒരുവന്റെ അടുക്കലേക്ക് ആണെന്നുകൂടി ഓർത്തു വേണം യേശുവിനെ സമീപിക്കുവാൻ. കുറച്ച് പ്രയാസമുണ്ട്, അതിലും കൂടുതൽ ലജ്ജയുണ്ട്. അവർ, ആ പട്ടണവാസികൾ, പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത്, യേശുവിന്റെ അടുത്ത് വന്നു എന്നും യോഹന്നാൻ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവൾ മാത്രമല്ല, അവരും ഞെട്ടിച്ചു കളഞ്ഞല്ലോ നമ്മൾ ഓരോരുത്തരെയും. നമുക്കും ഒന്ന് സറണ്ടർ ആയാലോ? മുഴുവൻ ബലം പിടുത്തവും ഒന്ന് മാറ്റിവെച്ചിട്ട് വിനയത്തോടും
നല്ല സങ്കടത്തോടും കൂടി എല്ലാം അറിയുന്നവന്റെ തൃപ്പാദത്തിങ്കൽ ഹൃദയത്തെ ഒന്ന് അർപ്പിച്ച് ഈ 2-ാം ദിനം കുറച്ചും കൂടി മനോഹരമാക്കിയാലോ? നല്ലൊരു തുടക്കത്തിനായി, മികച്ചൊരു യാത്രയ്ക്കായി. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന 136-ാമത്തെ സങ്കീർത്തനത്തിലെ മുഴുവൻ തിരുവചനങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ആമേൻ.